അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം 11-12 വാക്യങ്ങളാണ് ഇന്ന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. ആ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് വളരെ പരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. മതി. നല്ല 2 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ഈ കാലഘട്ടങ്ങളിൽ നാം തിരിച്ചറിയേണ്ട ആത്മീക സന്ദേശങ്ങളുടെ കലവറ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു വിടാൻ പോകുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ എന്ത് പ്രാർത്ഥിച്ചോ, ഇന്നലകളിൽ എന്ത് ആഗ്രഹിച്ചോ, അതിൻ്റെ മറുപടിയാണ് ഇന്ന് ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അതാര് പ്രസംഗിച്ചാലും കേൾക്കുന്നവർക്ക് അവരോടാണെന്ന് മാത്രം തോന്നും. സ്തോത്രം. ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പം നിങ്ങളല്ല ഹല്ലേലൂയ പറഞ്ഞാലും അത് എനിക്ക് തോന്നും എന്നോട് മാത്രമാണ്, നിങ്ങൾക്ക് തോന്നും നിങ്ങളോട് മാത്രമാണ്. അത് ദൈവവചനത്തിൻ്റെ മാത്രം ഒരു പ്രാധാന്യതയാണ്. നമുക്ക് ഈ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമുക്ക് കൊണ്ടുവരാം. ഇതിനകത്ത്, ഈ വാക്യത്തിനകത്ത് കുറേ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ സ്തോത്രം, പൗലോസിനെ കൊന്നുകളയാനായിട്ട് ചില ആൾക്കാർ ചേർന്ന് ഒരാലോചന ഇടുക. ആ ആലോചന നിലനിൽക്കുമ്പോൾ തന്നെ സ്തോത്രം, ആരെ കൊല്ലാൻ തീരുമാനിച്ചോ, സ്തോത്രം, കഠിന ശപഥമൊക്കെ എടുത്തേക്കുന്ന അവർ, അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കഠിന ശപഥം എടുത്ത് നിൽക്കുകയാണ്. 40 പേർ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പൗലോസിനെ എന്ത് ചെയ്യണം? കൊന്നുകളയാനുള്ള ദുരാലോചന നടത്തുക അവർ. സ്തോത്രം. പക്ഷെ അവിടെ വാക്യമുണ്ട്, കർത്താവ് ആരെ കൊല്ലുമെന്ന് പറഞ്ഞു അവൻ്റെ അരികിൽ വന്നു നിന്നു. ശ്രദ്ധിക്കണം. നിനക്കെതിരെ ചിലരൊക്കെ ആലോചന നടത്തുമ്പോൾ ഓർത്തോണം, കർത്താവ് നിൻ്റെ അരികെ വന്ന് നിൽക്കാൻ വേണ്ടിയാ ചിലരൊക്കെ നിനക്കെതിരെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, കർത്താവ് അവനോട് സംസാരിക്കാൻ ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തുക. എന്തുവാ? ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടെ അവൻ്റെ ഭാവിയുടെ പ്രവചിക്കുക. സ്തോത്രം. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഇവര് പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട. നിന്നെ ഇവിടെ നീ സാക്ഷി പറഞ്ഞ പോലെ റോമിലും നീ സാക്ഷി പറയും. ഞാൻ വീണ്ടും പറയുക, നാട്ടുകാർ പറയുന്നതൊന്നും നിൻ്റെ കുടുംബത്തിൽ നടക്കത്തില്ല. ദൈവം പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. നമുക്ക് ഇന്ന് അല്പം ഗഹനമായിട്ട് പോകുന്നൊരു സന്ദേശമാണ്. നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ, ഈ ദൂതിനോട് നിങ്ങൾ സഹകരിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ദൂതിൻ്റെ വിവരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ദൂതിനോട് സഹകരണ മനോഭാവം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സഹകരിക്കത്തക്ക രീതിയിൽ പ്രസംഗത്തിൻ്റെ ശൈലികൾ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൂതിനോട് സഹകരിക്കണം. ദൂതിനോട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോട് സഹകരിക്കുക. സ്തോത്രം. അതെന്താണെന്ന് ഞാനൊന്ന് വെളിപ്പെടുത്തി തരാം. ഇവിടെ പൗലോസ്ലീഗ സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്ന 1-ാമത്തെ ഭാഗം, പൗലോസിനെ കൊന്നുകളയാനായിട്ട് ചിലർ എന്ത് ചെയ്തു? ആലോചന നടത്തി. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പം മനുഷ്യനെതിരെ സ്തോത്രം ആലോചന നടത്താറുണ്ട്. പിശാച് മനുഷ്യനെതിരെ ആലോചന നടത്താറുണ്ട്. ആര് വേണേലും ആലോചിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ കേട്ടേ, അങ്ങനെയുള്ള ഒരു ആലോചനയും നീ പേടിക്കണ്ട. ആമേൻ. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ എനിക്കൊരു ബോധ്യം ദൈവം തരികയാണ്. നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ, നിന്നെ തകർത്ത് കളയാൻ എവിടൊക്കെയോ നടത്തുന്ന ചില ആലോചനകൾ, അത് വ്യക്തികളാകാം, പിശാചാകാം, എതിരാളികളാകാം, നടത്തുന്നതിലെ ആലോചനകൾ ഞാൻ പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു വചനം മാത്രം പറയാം ബൈബിളിൽ നിന്ന്. നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധം എന്ത് ചെയ്യത്തില്ല? ആയുധം വരത്തില്ലെന്നാൽ ആയുധം വരും, പക്ഷെ നിനക്കത് ഫലിക്കത്തില്ല. കാരണം എന്താ? നീ ദൈവത്തിൻ്റെ കൈകളിലാണ്. അമ്മ, നിൻ്റെ എതിരാളികൾ നിനക്കെതിരെ ആലോചന നടത്തുന്നുണ്ട്, തന്ത്രങ്ങൾ നടത്തുന്നുണ്ട്. അമ്മ, പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നിന്നെ തൊടുകയില്ല. കാരണം നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അപ്പോൾ എന്തിനാണ് പൗലോസിനെതിരെ ഇവർ ആലോചന നടത്തിയെന്ന് അറിയാം? പൗലോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൗലോസ് ഭയങ്കര ദർശനമുള്ള ആളാണ്. പൗലോസ് ഭയങ്കര ഏത് പ്രവാചകം പ്രവചിക്കുന്ന പ്രവചനത്തിൻ്റെ റേഞ്ചിനപ്പുറത്താണ് പുള്ളി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദർശനം.
അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറയാം, അവൻ എപ്പോഴും സാത്താൻ ആലോചന നടത്തുന്നത് നിൻ്റെ ദർശനത്തിനെതിരെയാണ്, നിൻ്റെ സ്വപ്നത്തിനെതിരെ, നിൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ, വീടിനെതിരെ അല്ല പോരാട്ടം, മറിച്ച് നീ പ്രാപിച്ച ദർശനത്തിനെതിരെയാണ് പോരാട്ടം. നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടില്ലയോ, ഒരു കാലത്ത് ദർശനം ഉണ്ടായിട്ട് ഇപ്പോൾ ദർശനം മങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ഉണർവും സ്തോത്രവും ഒക്കെ ആയിരുന്നു. സ്തോത്രം അതെല്ലാം ഇപ്പോൾ എന്ത് ചെയ്തു? നഷ്ടമായിപ്പോയി. ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കാമേ, എപ്പോഴും ഓർക്കണം, എൻ്റെയൊക്കെ അപ്പന്, എൻ്റെയൊക്കെ ഫാദറും എൻ്റെയൊക്കെ മദർ സ്തോത്രം, അവർ ഫാദറൊന്നും അത്ര രക്ഷിക്കപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം ഇച്ചിരി കുറച്ച് പരിപാടിയൊക്കെ ഉള്ള ആളായിരുന്നു ഞാനൊക്കെ ജനിച്ചു വളർന്നപ്പോൾ. പക്ഷേ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഇരുന്നില്ലേ പ്രശ്നമാണ്. പണ്ടെങ്കിലും കേട്ടില്ലേ, കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ കഞ്ഞിയില്ല. എനിക്ക് ബൈബിളിലെ വാക്യമൊന്നും അറിയത്തില്ലേലും മർത്തോമാക്കാരുടെ സ്തോത്രം പാട്ടുപുസ്തകത്തിലെ ഒട്ടുമുക്കാൽ പാട്ടും എനിക്കറിയാം. ഞാൻ വലിയ പാട്ടുകാരനല്ലെങ്കിലും പാട്ടറിയാം. അതിൻ്റെ കാര്യം എന്നാ, പാട്ട് പാടിയില്ലേ കഞ്ഞി കിട്ടത്തില്ലായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞ് എത്ര പ്രായം വരെ ഉണ്ട്? ആ കുഞ്ഞിനെ നിങ്ങൾ പാടാൻ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടോ? നിൻ്റെ കൊച്ച് പാടാതിരുന്ന അവൾ ഒരു +2 കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് അവൾ പഠിക്കാൻ പോയി, കാനഡയിൽ പോയല്ലോ, UK പോയി. ഇപ്പോൾ പിള്ളേരെല്ലാം അങ്ങനെ പോകാമെന്നല്ലോ. പോയെന്ന് വിചാരിച്ചു, പോയി പഠിച്ചു. പഠിക്കുമ്പം ഈ വീട്ടിൽ പഠിപ്പിച്ചില്ല, പിന്നെ അവിടെ ചെല്ലുമ്പോൾ പാടുമോ? ആ മോള് കല്യാണം കഴിച്ചു, അവരുടെ പിള്ളേർ പാടുമോ? പോകുന്ന പോക്കുണ്ടോ? ജനറേഷൻ പോകുന്ന പോക്കുണ്ടോ? അതുകൊണ്ടാണ് പേരൻസിൻ്റെ മടി ആദ്യം മാറ്റണം. പാടാനും പ്രാർത്ഥനയും ഈ സീരിയലൊക്കെ ഒന്ന് നിർത്തിയേച്ച് വേണ്ട, മിണ്ടുന്നില്ല. പാടാനും പിള്ളേരെയൊക്കെ പാടാൻ പഠിപ്പിക്കണം. നല്ല പിള്ളേരൊക്കെ ഇവിടെ വന്നിങ്ങനെ അനങ്ങാതിരിക്കുന്ന അവരെയൊക്കെ കൊയറി കയറ്റണം. എന്തിനാ? അവർ പാടണം, പാടി പഠിക്കണം. ഒരാമയും വരുന്നില്ല. അന്നേരം കൊയറി കയറിയ പാസ്റ്റർമാർക്ക് 100% വഴക്ക് പറയും. നന്നാക്കാനല്ലയോ കയറ്റുന്നേ? നമ്മൾ പോകുന്ന വഴി അടിച്ചാൽ മതിയോ? നമ്മൾ വചനപ്രകാരം അവരെ കൊണ്ടുവരണ്ടേ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അവസരങ്ങൾ ഒരു സഭയിൽ ഒരു ദൈവവൈതലായാൽ ആ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ദൈവവൈതൽ കേൾക്കണം. അതവൻ്റെ ഈ പ്രായത്തിലേ പറ്റൂ. നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളെ പണ്ടൊരാൾ പറഞ്ഞു, പാക്കാന്നേ മടി വെക്കാം, കൗങ്ങായാൽ പിന്നെ മടി വെക്കാൻ. അപ്പോൾ ഈ വളർന്നു കഴിയുമ്പോൾ നീ പാടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് അവൻ എന്തായാലും പറയും 2 പ്രാവശ്യം ചെയ്തോളാം പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇവിടുത്തെ പ്രശ്നം പറയാം? ഹല്ലേലൂയ. തുടക്കം നമ്മളിൽ നിന്ന് വേണം ആരംഭിക്കാൻ. ഒരാമയും പറഞ്ഞാട്ട്. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ആടെ ഒരു പ്രത്യേകത, പുള്ളി ഭയങ്കര ദർശനമുള്ളവരാ. ദർശനമുള്ളവർക്ക് എതിർപ്പുകളെ പേടിയില്ല, വെളിപ്പാടുള്ളവർക്ക് എതിർപ്പുകളെ പേടിയില്ല. ഒരാമയും പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന് സ്തോത്രം, ആരൊക്കെയോ ആലോചന നടത്തുന്നുണ്ട്, പക്ഷെ നിന്റെ ദർശനത്തിന് മുമ്പിൽ ആ ആലോചന നിലനിൽക്കുകയല്ല. ഓ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടുന്ന് പോകുമ്പം ബന്ധനങ്ങളുടെ മേൽ വിടുതലല്ല എടുക്കേണ്ടത്, ഒരു ദർശനം പ്രാപിച്ചെഴുതേക്കണം. സ്തോത്രം. ഈ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന് ഭയങ്കര, ഞാൻ നിങ്ങളോട് പറയാം, ദർശനത്തിനൊത്ത് നിൽക്കുന്നവൻ്റെ കൂടെ ദൈവം ഇറങ്ങി അങ്ങ് നിൽക്കും. എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞു, ജനത്തോട് പറയണം, ചില പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇറങ്ങി നിൽക്കാം. ഓ ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് ദൈവം ഇറങ്ങി നിൽക്കണം, നിന്റെ തലമുറമേൽ ദൈവം ഇറങ്ങി നിൽക്കണം. എനിക്ക് ദൈവം ഉറപ്പ് തരിക, ചില ആലോചനകൾ എന്ന് പൊളിയാൻ പോവുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ദർശനത്തിനെതിരെ, നിന്റെ വെളിപ്പാടുകൽക്കെതിരെ, നിന്റെ പ്രയറിനെതിരെ ഉയരുന്ന ചില ശബ്ദങ്ങൾ. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഈ ഭാഗത്തോട്ട് വരുന്നതിന് മുമ്പേ അപ്പോസ്തല പ്രവൃത്തിയിൽ 21-ാം അധ്യായത്തിലോട്ട് വന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് യെരുശലേമിൽ വെച്ചാണ് നമ്മൾ 23-ാം അധ്യായത്തിൽ ഉണ്ടായ സംഭവങ്ങളുടെ വിവരണങ്ങൾ പറയുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7-ൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. വെളിപ്പാടുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചേ കൂടത്തുള്ളൂ, വഴക്കാളികളും ഒന്നിച്ചേ കൂടും, നുണ പറയുന്നവർ അടുത്തടുത്തേ ഇരിക്കത്തുള്ളൂ. യോഗത്തിന് വന്നാലും ഇതിനിടയ്ക്ക് ഇങ്ങനെ സാരി പിടിച്ചോണ്ട്
ഇവിടെ ആരും കാണിച്ചില്ല, എന്നാലും ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ മിണ്ടുന്നില്ല? നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ആത്മീകര് ചിലർ യോഗം കഴിഞ്ഞ് പോകുമ്പം പറയോ, എൻ്റെ മേഴ്സി നിൻ്റെ അടുക്ക ഇരിക്കുന്ന ഒരു ജീവനാണ്. അതെന്നാ? ഞാൻ ഇച്ചിരി സ്തോത്രത്തിൽ മടുപ്പുള്ള ആളായാലും നിൻ്റെ സ്തോത്രമൊക്കെ കേൾക്കുമ്പം. പിന്നെ ചിലർ ഈ ഉറങ്ങുന്നവരോടൊക്കെ പോയിരിക്കും, കാര്യം ഒരു ശല്യവും ഇല്ല. ആ ഒരു റോ മുഴുവൻ ഇങ്ങനെ ചരിഞ്ഞു കിടങ്ങുന്ന ഒരാൾ ഇങ്ങോട്ട് കിടന്നുറങ്ങുന്നു. എന്നാൾ ഞാൻ നോക്കിയപ്പോൾ ഒരാളുടെ തോളെ കിടന്നുറങ്ങുന്നു. ഞാനിവിടെ നിന്ന് ഇറങ്ങി ഈ സ്കൂളിൽ പിള്ളേർക്ക് ഈ സാറുമാരുണ്ടല്ലോ, പിള്ളേർ നോക്കിയില്ലെങ്കിൽ ഈ ചോക്ക് ഒടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു പാക്കറ്റ് ചോക്ക് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പോട്ടെ, നിങ്ങൾ എന്നെ നോക്കി, ഞാൻ വലിയ കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം പൗലോസ് നേരെ പോയത് എവിടാണ്? കൈസരിയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷന്റെ വീട്ടിൽ ഫിലിപ്പോസ് എന്ന അവിടെ അവരുടെ ഫിലിപ്പോസിന്റെ പിള്ളേർ വരെ ആളെ കിട്ടിയാൽ മതി അങ്ങ് പ്രവചിക്കുക. അത്രയും പിള്ളേരാ ഫിലിപ്പോസിനെയൊക്കെ ആത്മാവ് എടുത്തോണ്ട് നടക്കും. ഫിലിപ്പോസൊക്കെ സ്തോത്രം ഒരു പട്ടണത്തിലോട്ട് കയറിയപ്പോൾ അവിടെ കാണാനും കേൾക്കാനുമുള്ള അത്ഭുതമുണ്ടായി. ശമരിയ പട്ടണത്തിൽ സന്തോഷമുണ്ടായി. കണ്ടോ, ഫിലിപ്പോസ് ഭയങ്കര ദൈവമനുഷ്യനാണ്. ഫിലിപ്പോസിനെ മേശയെങ്കിലെ ശുശ്രൂഷയ്ക്ക് എടുത്തതാ. ഫിലിപ്പോസ് സ്തെഫാനോസും ഒന്നും അതിൽ നിന്നില്ല. മനുഷ്യൻ വരച്ച പരിധിയെല്ലാം പൊട്ടിച്ച് അവർ ശുശ്രൂഷ വെളി വന്നു. നിന്റെ ഭാവിയെക്കുറിച്ച് ചിലരൊരു വെപ്പുണ്ട്, ഇവൻ ഇത്ര വരത്തുള്ളെന്ന്. പക്ഷേ അഭിഷേകം നിന്റെ മേൽ വീണാൽ അതെല്ലാം പൊട്ടും. നിന്റെ വീട്ടിൽ നിനക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഭാവി യേശു ഒരുക്കി തരും. അപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് ഞാൻ ഈ ദൂതിൻ്റെ വിവരണത്തിലോട്ട് വരട്ടെ. സ്തോത്രം. അപ്പം പൗലോസ് അവിടെ എത്തിയപ്പം എവിടെ എത്തിയെന്നറിയാമോ? സ്തോത്രം, ഫിലിപ്പോസിന്റെ വീട്ടിലെത്തി. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. സ്തോത്രം. ഫിലിപ്പോസിന്റെ വീട്ടില് ഫാഷൻ പരേഡ് കാണിക്കുന്നൊരു മോളും. അങ്ങനെയാന്ന് എഴുതിയേക്കുന്നേ. ഇങ്ങോട്ട് സഹകരിക്കേ. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഫിലിപ്പോസിന്റെ പിള്ളേരുടെ ക്വാളിറ്റി പറയാ. പ്രവചിക്കുന്ന പിള്ളേര് ഒന്നാന്നോ? എത്ര? 4 പുത്രിമാർ. 4 എണ്ണം നടന്ന് പ്രവചിക്കുക. ആത്മാവ് എടുത്തോണ്ട് നടക്കുന്ന ഫിലിപ്പോസ്. പ്രവചിക്കുന്ന 4 പിള്ളേര്. അവിടോട്ട് ആര് വന്നു? പൗലോസ്. അല്ലാതെ ട്രിവാൻഡ്രം സിറ്റി വന്ന ഏറ്റവും കോടീശ്വരന്റെ വീട് തപ്പിപ്പോയെന്നല്ല. ആണോ? അവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യവും. മേളത്തെ നില ഫ്രീയാ. ആത്മാവില്ലാത്ത മേളത്തെ നില എന്തോ ഇങ്ങോട്ട് സഹകരിക്കേ. അവിടെ ചെന്നപ്പോ എന്ത് ചെയ്തു? പ്രവചിക്കുന്ന. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ അവിടെ വന്നു. അതാ ഈ പ്രത്യേകത. മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവുള്ള വീടുകളിലെ അഭിഷക്തന്മാർ വരത്തുള്ളൂ. മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വീട് ദൈവദാസന്മാരുടെ സമ്മേളന സ്ഥലങ്ങളായി മാറണം? എത്ര പേര് അതിന് ആമീൻ പറയും? ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ഒരു രാജ്യത്ത് ദൈവവചനം പറയാൻ പോയ സമയത്ത് ഒരു ബ്രദറിൻ്റെ വീട്ടിൽ ഞാൻ പോയി. എൻ്റെ ഒരു സ്നേഹിതനാ ബ്രദർ. ആ ബ്രദർ സ്തോത്രം എന്നോട് പറഞ്ഞു, സ്തോത്രം, അദ്ദേഹത്തിനൊരു കമ്പനിയുണ്ട്. കമ്പനിയോട് ചേർന്ന് ഒരു വില്ല പുള്ളി റെൻറ്റിനെടുത്ത് ഫുള്ള് റിനോവേഷൻ നടത്തി അതിനകത്ത് 2-3 ബെഡ്റൂമും കിച്ചണും എല്ലാം സെറ്റ് ചെയ്തേക്കുവാ. അപ്പം ഞാൻ സ്തോത്രം അവിടെ ചെന്നപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തിനാ? പറഞ്ഞു, കേരളത്തിൽ നിന്ന് വരുന്ന ദൈവദാസന്മാർക്ക് നന്നായിട്ട് താമസിച്ച് ഫുഡ് വെക്കാൻ അറിയാവുന്നവർ വെക്ക് കഴിക്കാം, വെക്കാൻ അറിയാത്തവർക്ക് തൊട്ടുവെളിത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം. സ്തോത്രം. ആ പുള്ളിയുടെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ഈ വർഷം സ്തോത്രം, ഈ എത്ര നാളായി ഈ വില്ല വാങ്ങിച്ചിട്ട്? 13 വർഷമായി ഈ റെൻറ്റിനെടുത്തിട്ട്. സ്തോത്രം. എത്ര ദൈവദാസന്മാർ താമസിക്കാണ്? പുള്ളി പറയാ 1000 ഉണ്ടെന്നില്ല. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവദാസന്മാരുടെ സമ്മേളനമാണ്. പുള്ളി പറഞ്ഞു, ഒരു ദിവസം വൈകിട്ട് ഒരു ദൈവദാസനെ വിടാൻ വന്നതാ. അവിടെ വന്ന പാസ്റ്റർമാരും കൂടെ പ്രവചിച്ച് എന്നെ നേരം വെളുത്താ വിട്ടെ. കണ്ടോ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിന്റെ വീടിൻ്റെ സൗന്ദര്യം നിന്റെ വീട്ടിലെ കോടികളല്ല, നിന്റെ വീട്ടിൽ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യമാ? കൊതിക്ക് നിന്റെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ ഇന്ന് പൊട്ടുക, നിന്റെ ജീവിതത്തിൻ്റെ പരാജയം ഇന്ന് മാറുക. ഈ അഗബോസ് വന്നത് എന്തിനാണെന്നറിയാമോ? ഒരു പ്രവചനം പറയാനാ.
അഗോസ് വന്നിട്ട് ചെയ്താ കേട്ടെ, എന്താന്ന് ചെയ്തതെന്ന് കേട്ടെ. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്നു, പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി. പൗലോസിന്റെ അരക്കച്ച ഇങ്ങോട്ട് എടുത്തിട്ട് തന്റെ കൈകാലുകളെ അഗബോസിന്റെ കൈകാലുകളെ എന്ത് ചെയ്തു? കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം പൗലോസിനോട് കെട്ടി കാണിക്കുക, തന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈയും കാലും കൂടെ കൂട്ടിക്കെട്ടിച്ച് പറയാ, പൗലോസേ യെരുശലേമിൽ പോകരുത്, നിന്നെ ഇതുപോലെ അവർ കെട്ടും എന്നങ്ങോട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവിടെ താഴോട്ട് വായിക്കുന്നത്, ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. ആളും കൂടി എല്ലാവരും കൂടെ അങ്ങോട്ട് അപേക്ഷിക്കുന്ന, പൗലോസ് എവിടെ പോകരുത്? യെരുശലേമിൽ പോകരുത്. അടുത്ത കേട്ടോണോ? അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്ന. നമുക്ക് ഇഷ്ടമുള്ള ഒരു കരഞ്ഞാൽ നമ്മുടെ ഹൃദയം തകരത്തില്ലേ? മനസാക്ഷി ഇല്ലാത്തമാരോ കരയട്ടെ, നീ അല്ലേലും കരയുന്ന കാണാനാ ഞാനിതൊക്കെ പറഞ്ഞ്. അങ്ങനെ കഠിനന്മാരുടെ കാര്യമല്ല പറഞ്ഞ്. സ്നേഹമുള്ള ഒരാൾ കരഞ്ഞാൽ നമുക്ക് വിഷമാണ്, നമ്മൾ കൂടെ കരഞ്ഞു പോയി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടെ ദൂതിച്ചുട്ട ഗഹനമായിട്ട് വരട്ടെ. എന്നാൽ അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. പൗലോസ് ചോദിക്കുക, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം എന്തിനാ ഇങ്ങനെ തകർക്കുന്നേ? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാൻ കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. മരിക്കാൻ വരെ റെഡിയാ. പിടികിട്ടിയോ? അല്ല ഷർട്ടേ ചെളി പറ്റിയെന്ന് പറഞ്ഞ് സൂചിച്ചാട്ടോ വില വിട്ടുപോയില്ല. നിങ്ങൾ പറഞ്ഞില്ലേ കെട്ടാനെന്ന്, ചാകാൻ ഞാൻ റെഡിയാ. കണ്ടോ, പ്രവചനങ്ങൾക്ക് മേളിലാണ് അവൻ പ്രാപിച്ച ദർശനം. ഒരാമയും വരുന്നില്ല. ഇന്ന് പിടിക്കുന്ന ചതിനോട് ഞാൻ ദൂത് പറയാം, ദൈവത്തിന് സ്തോത്രം. നിന്റെ ലൈഫിൽ നീ പ്രാപിച്ച ദർശനം മാനുഷികമല്ല, ദൈവികമാണ്. അങ്ങനെ പൗലോസ് യെരുശലേമിൽ പോയി. അവിടെ നമ്മൾ എല്ലാ വാക്യമൊന്നും വായിക്കാൻ നേരം 17ാമത്തെ വാക്യം, യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ, 17ാം വാക്യം, യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. സന്തോഷത്തോടെ. ഈ അഗബോസ് പ്രവചിച്ച പോലെ തന്നെ പൗലോസിനെ എന്ത് ചെയ്തു? ഇവർ ബന്ധിച്ചിട്ട് പിന്നെ വിസ്താരമാണ്. 22, 23 അധ്യായങ്ങളൊക്കെ വിസ്താരമാണ്. 23ാം അധ്യായത്തിൽ വന്നപ്പം ദൈവത്തിന് സ്തോത്രം, ഭയങ്കര യഹൂദന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി വെച്ച് പറഞ്ഞു, സ്തോത്രം, ഇവനെ കൊല്ലാനുള്ള ആലോചന നടത്തി. 40 പേര് തീരുമാനിച്ചു, ഇവനെ കൊല്ലാതെ ഇനി ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. പക്ഷെ അന്നേരം ഒരു ബൈബിളിലെ ദൂത് പറയാം. എനിക്കൊന്ന് ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാനുണ്ട്. എവിടൊക്കെയോ നടക്കുന്ന ചില ആലോചനകൾ നിന്റെ ദർശനത്തിനെതിരെ, നിന്റെ സ്വപ്നത്തിനെതിരെ, നിന്റെ പ്രയറിനെതിരെ, ഓ ഹല്ലേലൂയ, ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്നെ മുന്നോട്ട് വിടാതെ വണ്ണം ചില മനുഷ്യർ ഒന്നിച്ചുകൂടി നടത്തുന്ന ആലോചന, ചില ബന്ധുക്കൾ നടത്തുന്ന ആലോചന, എന്നോട് പരിശുദ്ധാത്മാ പറയുക, ഇന്ന് ആലോചനകളെ പൊളിക്കാൻ ചില വിഷയത്തിന് വിടുതൽ വ്യാപരിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് പറയുക, ചിലതൊക്കെ പൊട്ടാൻ പോവാ. ഈ ദാര്യാവേശ് രാജാവിൻ്റെ ഭരണകാലത്ത് അവർ ഭരിക്കുന്ന രാജ്യത്ത് 120 ദേശാധിപതികളെയും അവർക്ക് മുകളിൽ 3 അധ്യക്ഷന്മാരെ നിയമിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് 120 ദേശാധിപതികൾ 3 അധ്യക്ഷന്മാർക്ക് കണക്ക് കൊടുക്കണം. ഈ 3 അധ്യക്ഷന്മാരിൽ ഒരാൾ ദാനിയേലാണ്. സ്തോത്രം. അവനെക്കുറിച്ച് വായിക്കുന്നേ, എനിക്കൊന്ന് 3-ാമത്തെയോ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ എനിക്കൊന്ന് 3-4 അവൻ വിശിഷ്യനായി വിളങ്ങിയെന്നൊരു 6-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് ഉത്കൃഷ്ടമാനസനായതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. കണ്ടോ, അവനങ്ങോട്ട് വിളങ്ങി. ഞാനോട് ദൂതൂടെ പറയാം, പ്രാർത്ഥിക്കുന്ന നീ ഒതുങ്ങുമെന്നല്ല, നീ വിളങ്ങും ചിലടത്തൊക്കെ. സ്തോത്രം. ദാനിയേലിനെ ഒതുക്കാൻ ഇവന്മാർ ആലോചന നടത്തുക. ഇനി അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 6-ാം അധ്യായം 7-ാം വാക്യം, ദാനിയേൽ പ്രവചനം. സ്തോത്രം.
6-ാം അധ്യായം 7-ാം വാക്യം. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപതിമാരും മന്ത്രിമാരും ദേശാധിപതിമാരും കൂടി ആലോചിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആര് നിനക്കെതിരെ വേണേലും ആലോചന കൂടിക്കോട്ടെ. ഇപ്പം ദാനിയേലിനോടുള്ള പോരാട്ടം, ദാനിയേലിൻ്റെ പ്രേയറിനോടുള്ള പോരാട്ടം. ഞാൻ നിങ്ങളോട് പറയാം, കുഞ്ഞിൻ്റെ കല്യാണത്തിനോടല്ല പോരാട്ടം, വീട് പണിയോടല്ല പോരാട്ടം. ആകെ പോരാട്ടം നിന്റെ പ്രയർ ലൈഫിനോടാണ്. പ്രാർത്ഥനയുള്ള കാലത്തോളം നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയും. ഹല്ലേലൂയ. നിനക്ക് പ്രയർ ഉണ്ടോ? ഒരു രാജ്യം മുഴുവൻ ആലോചിച്ചാലും നിന്റെ പ്രയറിന്റെ ശക്തി ദൈവം തെളിയിക്കാൻ പോവുക. നിങ്ങൾ പിണങ്ങരുത്. പണ്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് പോണമെന്നൊരു ദാഹമുണ്ട്, ഇല്ലയോ? പ്രയറിന് പോണം. അമ്മ എന്തുവാ ചൊവ്വാഴ്ച വെളുപ്പിന് പ്രഷർ കുക്കറിന്റെ വിസിൽ കേൾക്കുന്നേ? ഓൻ ചോദി, ഇന്ന് പ്രയറിന് പോകണം. ഇപ്പൊ അതൊക്കെ പോയി. പ്രയർ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്തുവാ കാര്യം ഉണ്ടോ? ആഗ്രഹമെല്ലാം പോയി. പിന്നെ അവിടെ കിടന്നുറക്കാൻ പറ്റാതെ വരുമ്പോഴാ ഉണ്ടോ ചൊവ്വാഴ്ച പ്രയർ, ഇപ്പോഴും വരുന്നുണ്ടോ ബ്രദർ എന്നൊക്കെ ചല്ലി ചോദിക്കും. പിണങ്ങുമെന്ന് വെച്ചാൽ വലിയ കാര്യത്തിലോട്ട് വരിക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒരിക്കലും നിങ്ങളുടെ ദാഹം കുറയല്ല. പ്രയറിൻ്റെ ദാഹം 30 മണിക്കൂർ കഷ്ടപ്പെടേണ്ടതിന് പകരം 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതി. 3 വർഷം ദണ്ഡിക്കപ്പെടുന്നതിന് പകരം 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതി. എന്നോട് ദൈവാത്മാവ് പറയും, ആരുടെയൊക്കെയോ വീടുകളിൽ, ഓഫീസുകളിൽ, കുടുംബങ്ങളിൽ ചില മനുഷ്യർ ചേർന്നുണ്ടാക്കിയ ആലോചന നിന്നെ കുരുക്കാൻ പ്ലാൻ ഇടുന്നു. പക്ഷെ ദൈവം പറയുക, ഈ സമയത്ത് നിന്റെ പ്രയർ വർദ്ധിപ്പിച്ചോ. ആര് കുരുക്കിയാലും നീ കുരുങ്ങുകയല്ല. നിന്നെ കുരുക്കാൻ പദ്ധതിയിട്ടവർ കുരുങ്ങുന്നത് നീ കാണും. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. ഒരു ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് ദൂത് തുടങ്ങാം. പ്രയറിന് അല്പം കൂടെ ശക്തി കൂട്ടാൻ തയ്യാറാണോ? അങ്ങനെ പറയുന്നവരാ 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കൈതാത്തോട് സ്വത്രാഴ്ച ഇട്ടില്ലെങ്കിൽ ഇവിടെ ആരും ചോദിക്കത്തില്ല, ബ്രദർ എന്താ സ്വത്രാഴ്ച ഇടാഞ്ഞ്? അത് നിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഞാൻ നിന്നോട് പറയാം, ഓഫറിങ് ഇട്ടില്ലെങ്കിലും പ്രയർ കൂട്ടണം. റെഡിയാണോ? എന്നോട് ദൈവം പറയാ, ചില കുരുക്ക് വീഴുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആ വാക്യം ഞാൻ കാണാതെ പറയാം. 2-ാം സങ്കീർത്തനമായി, യഹോവേ, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തന്മാർക്കും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുന്നു. ഇത് കണ്ടേച്ച് സങ്കീർത്തനം വരെ അടങ്ങിയിരിക്കുന്നത്, നാം എഴുന്നേൽക്കണം, അവരുടെ കെട്ടുകളെ പൊട്ടിക്കണം, അവരുടെ കയറുകളെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് മൗനതയുടെ ദിവസമല്ല, ഇത് ശാന്തതയുടെ ദിവസമല്ല. പ്രാർത്ഥന മുറിക്കകത്ത് ചിലർ നിലവിളിക്കാൻ പോകുകയാ. നിനക്ക് വിരോധമായി ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. അത് ബന്ധുക്കളാകാം, എതിരാളികളാകാം, പിശാചാകാം. ആത്മകണ്ണുകളിലൂടെ കാണുകയാണ് ആ ആലോചന. സ്തോത്രം. ഞാൻ ഈ പ്രസംഗിക്കുമ്പം നിങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ചില കാര്യത്തിൽ ചില അറിവുണ്ട്. അത് തെറ്റല്ല, കറക്റ്റാ. പക്ഷെ ഹോളി സ്പിരിറ്റ് പറയുക, ആര് വേണേ ആലോചിച്ചോട്ടെ, നീ പേടിക്കണ്ട. നിനക്കൊരൊറ്റ കാര്യമുള്ള മുട്ടാലുള്ള പ്രാർത്ഥന. നിനക്കെതിരെ ചില രേഖകൾ എഴുതാം, എഴുതിക്കോട്ടെ. ചിലർ മുദ്ര വെച്ചിട്ടുണ്ട്, വെച്ചോട്ടെ. നീ പേടിക്കണ്ട. അവര് പറഞ്ഞതൊന്നും നിനക്ക് വരികയില്ല. ഒരാമയും വരുന്നില്ല. അവര് പറഞ്ഞതൊന്നും എന്താണ്? നീ വലിയ കുടുംബക്കാരനായോണ്ടല്ല, നീ പ്രാർത്ഥിക്കുന്നവനാ. ദാനിയേലിന്റെ ഒരു പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് വരാം. നമ്മി സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. ആമീൻ. 4-ാമത്തെ വാക്യം, 6-ാമത്തെ 4-ാമത്തെ വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും
ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും ആ. രാജ്യം സംബന്ധിച്ച ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ആ. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരു പ്രത്യേകതയാ, ഇല്ലാ കഥയൊക്കെ പറയാൻ വേണേ, പക്ഷേ തപ്പുന്ന ഒരു കാര്യവും ചില പറയത്തില്ല. ഞങ്ങളുടെ ഈ തെളിവുണ്ട്, എടാ പറയാതെ തന്നെ ആ തെളിവൊന്ന് നിരത്ത്. വേണ്ട, മിണ്ടുന്നില്ല. 4 മിമിക്രിക്കാരൻ്റെ തെളിവ് കൊണ്ടുവരരുത്. വേണ്ട, മിണ്ടുന്നില്ല. യോസഫ് പറയുക, നിങ്ങൾ തെളിയിക്കുവോ, ലുങ്കി പിടിച്ചോണ്ട് നിൽക്കുവോ ഒക്കെ ചെയ്ത് എനിക്കിതൊന്നും വിഷയമല്ല. എൻ്റെ ദർശനം നിന്റെ ലുങ്കിക്കഥയുടെ മേളിലാണ്. ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരാം ഇന്ന് ദൂത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവം ഇന്ന് രാവിലെ മുതൽ എന്നോട് ദൈവാത്മാവ് ഒരു കാര്യം സംസാരിക്കുക. എന്താണെന്നൊരു, ചില ദുരാലോചനകൾ പൊളിഞ്ഞേ പറ്റൂ. നിനക്ക് വിരോധമായി ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. അത് നിന്റെ കുടുംബത്തെ തകർക്കാനാ, അത് നിന്റെ പ്രയറിനെ തകർക്കാനാ. ദാനിയേലിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാ വാക്യ, ഒരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വിരോധി നമ്മെ കുറിച്ച് യാതൊരു തിന്മയും കളവായി പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. നിനക്ക് ആ വചനം പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കാര്യം നിന്നോട് പറയാം. അപവാദി നിന്റെ പുറകെ നടക്കുക. മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തോട് പിശാച് വാദിച്ചു. കണ്ടോ, ഇവൻ മഹാപുരോഹിതനാണ്, പക്ഷെ ഇവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഉടനെ ദൈവം പറയുക, അവൻ ദൂതന്മാരോട് അവൻ്റെ വസ്ത്രം മാറി ഉത്സവ വസ്ത്രം ധരിപ്പീര്. എന്നിട്ട് പിശാചിനെ ശാസിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് കളി വേണ്ട, ഇവൻ ആരാന്നറിയാമോ? ഞാൻ തീക്കകത്തൊന്ന് ഊരിയെടുത്ത് ഇന്നും വീശിപ്പിടിക്കുന്നൊരു കൊള്ളിയാ. ഒരാമയും വരുന്നില്ല. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. ഞാൻ ഇന്ന് പിടിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ ദൈവത്തിന് വിലയേറിയവനാ. അപ്പം ഒരു കാരണവും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കുറേ നാൾ കൊണ്ട് നിന്റെ വീടിന്റെ പുറകെ നടക്കുക കാരണം കണ്ടുപിടിക്കാൻ. ക്യാമറയുമായിട്ട് നടക്കുക. ഈ നടക്കുമല്ലാതെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിന്നെ ഒതുക്കാനൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ പല പ്ലാൻ ഇട്ടു, പക്ഷെ ഒന്നും ഇതുവരെ വിജയിച്ചില്ല. പണ്ട് ഇങ്ങനെ കുറേ പ്ലാൻ ഇട്ടേച്ച് ഒരു സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു, അവൻ യഹൂദനാ, കളിക്കുന്ന സൂക്ഷിച്ചു വേണം. കളിച്ചാൽ എന്തോ ആ കാര്യം, കളി നിനക്കിട്ട് കയറും. അങ്ങനെ ചെയ്യാതിരിക്കാൻ പോട്ടെ, ഞാൻ ദൂതിലോട്ട് തിരിച്ചു വരിക. പ്രാർത്ഥിക്കുന്നതിനെതിരെ പോരാടുന്ന സൂക്ഷിച്ചു വേണം. പ്രാർത്ഥിക്കുന്നവനെതിരെ പോരാടിയ കളി മുമ്പോട്ട് ഓടത്തില്ല. ഞാൻ ദൂതിലോട്ട് വരിക. നിങ്ങൾ നോക്കിയോ, ദാനിയേലിന് കാരണം തപ്പി നടക്കുക. സ്തോത്രം. ഞാനും ഒരു ദൂത് പറയാം. നിന്റെ അയലോക്കത്തൊക്കെ ചിലർ വന്ന് കാരണം തപ്പി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നോട് ദൈവം പറയുക, ആ കാരണം അവരെന്തോ വേണേ കണ്ടുപിടിച്ചോട്ടെ, പക്ഷെ അവർക്ക് നിന്നെ തൊടാൻ പറ്റുകയില്ല. ഇനി വായിച്ച് ദൈവത്തിന് സ്തോത്രം. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അവൻ വിശ്വസ്തനായിരുന്നോണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഈ കൂട്ടത്തിൽ ഒന്ന് കൈ കൊടുത്ത് പറ, വിശ്വസ്തനായിരിക്കണമെന്ന് പറ. ബൈബിളിലൊരു വാക്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിന്. ഒരാമീൻ പറഞ്ഞാട്ട്. അമ്മി ഒരിക്കൽ ഒരു മനുഷ്യനോട് യേശു പറഞ്ഞു, ആമി അവൻ ചോദിച്ചു, എന്നെ എപ്പോൾ അറിയും? അപ്പോൾ പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോഴേ നിന്നെ അറിയുന്നു. ഉടനെ ദൈവത്തിന് സ്തോത്രം. ആമി അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതിനേക്കാൾ വലിയത് ഇനിയും നീ കാണും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് തരിക, അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിനക്കൊരു ശുശ്രൂഷ തന്നാൽ അതിൽ വിശ്വസ്തനായിരിക്കണം. നിനക്കൊരു നന്മ തന്നാൽ അതിൽ വിശ്വസ്തനായിരിക്കണം. നിനക്ക് തന്നതിലെല്ലാം നീ വിശ്വസ്തനായാൽ ഇനിയും ചിലത് നിന്നെ ഏൽപ്പിക്കും. ചൂടെ ഗഹനമായിട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം. പുരുഷന്മാർ, നാം ഈ ദാനിയേലിന് നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ലെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, നമ്മൾ എങ്ങനെ നോക്കിയിട്ട് ഇവനെ ഒതുക്കാൻ പറ്റുന്നില്ല. ഇവനെ ഒതുക്കാതിരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. ഇവൻ്റെ പ്രയറിനെ ബന്ധിച്ചാൽ ഇവനെ നമുക്ക് ഒതുക്കാം. എപ്പോഴും ഓർത്തോണം, സാത്താന ഈ ഫെലിസ്ത്യര് തലകുത്തി നിൽക്കുക ശിംശോനെ ഒതുക്കാൻ.
ഇവർ ഓരോ തന്ത്രവും കൊണ്ട് ചെല്ലും. ആ ചെല്ലുന്ന തന്ത്രത്തെ അവൻ മൂടോടെ പിഴുതങ്ങെറി. അവർക്ക് മനസ്സിലായി ഇവനെ ഒതുക്കണമെങ്കിൽ ഇവനിൽ വ്യാപരിക്കുന്ന ശക്തിയെ ഒതുക്കണം. ഒതുക്കിയാൽ ഇവനെ ഒതുക്കാം. എപ്പോഴും ഓർത്തോണം, നിന്റെ പ്രയറിനോടാ പോരാട്ടം. ആ കാര്യമില്ലാത്ത മടുപ്പിട്ട്, കാര്യമില്ലാത്ത സംശയമിട്ട്, കാര്യമില്ലാത്ത പരാജയമിട്ട്, ദൈവത്തിന് സ്തോത്രം, നിന്നെ ഇങ്ങനെ തകർക്കുമ്പോൾ ഓർക്കണം, നീ വിടുതലിന്റെ വാതുക്കല. സ്തോത്രം. അവര് പറഞ്ഞു ഇവനെ ഒതുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇവന്റെ പ്രയർ ബ്ലോക്ക് ചെയ്യണം. ഞാൻ ചുമ്മാ ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിച്ച വർഷം ഏതാന്ന് പറയാമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വർഷം ഏതാന്ന് പറയാമോ? പറ. 2023. പിന്നെ 2005. പറ. തീർന്നില്ല. 2 ആൾ വരെ പറഞ്ഞുള്ളൂ. 2 പേരെ ഉള്ളൂ ഇവിടെ. 2022. പിന്നെ പറ. പറ പറ. മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വർഷം ഏത്? 2019. അത് ഒരാളുടെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. പറ. ഞാൻ വിടുകല. ലൈവിൽ കാണുന്നൊരു പറ. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വർഷം പറ. ഒരു സന്ദേശം പറയണ. 21. പിന്നെ 21 എന്ന് പറയുന്ന ഒരു കൈ നോക്കി, അതാ എളുപ്പം. 22 പറയുന്നവര്, 23 പറയുന്നവര്. ഇനി എന്നെ നോക്കി ഞാൻ പറയാം. ഇത് 2024. നീ പ്രാർത്ഥിച്ചൊരു വർഷം പറഞ്ഞല്ലോ. ആ വർഷത്തെ പ്രാർത്ഥനയും ഇന്നത്തെ പ്രാർത്ഥനയും തമ്മിൽ നിനക്ക് പ്രയറിന് വല്ല ബന്ധനം വീണിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദൂത് നീ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. മിണ്ടുന്നില്ല. എവിടോ ആലോചന നടക്കുന്നു. ആലോചന എന്താ? നിന്റെ പ്രയറിനെ ബന്ധിച്ചാൽ നിന്നെ ബന്ധിക്കാം. ഒരാമയും വരുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാനൊരു നിയോഗത്തോടായി ദൂതെടുക്കുന്നേ. ഇന്ന് നിന്റെ പ്രയറിനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ ഇന്നത്തെ ആരാധന ആ ബ്ലോക്ക് നീ എവിടെ ഇരുന്ന് പൊട്ടിക്കണം. റെഡിയാണോ? 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 യെസ്. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ 3 പ്രത്യേകത പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരാ. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് നിൽക്കുന്നില്ല. കാര്യം അവിടെ അല്ല ദൂത് പറയേണ്ടി. നിങ്ങൾ എന്നെ നോക്കണം. ഈ രാജാവ് ഒരു കൽപ്പന രാജാവിനെ പൊക്കി വെച്ച് പറഞ്ഞു, രാജാവേ 30 ദിവസത്തേക്ക്, അതായത് നമ്മൾ വായിച്ച സ്തോത്രം 7-ാമത്തെ വാക്യം അല്ലേ, രാജാവേ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ. ഈ രാജാവിന് ഇതൊന്നും അറിയത്തില്ല. ഇവന്മാര് പറഞ്ഞു ഇവനെ ഒതുക്കണേ, ആദ്യം ഇവന്റെ പ്രയറിനെ എന്ത് ചെയ്യണം? ഒതുക്കണം. അത് ചില കണ്ടിട്ടില്ലയോ, ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. ഇപ്പൊ യോഗത്തിന് ചുമ്മാ വന്ന് ഇങ്ങനെ കോട്ടുവായും വിട്ട് ഉറക്കത്തോട്. അപ്പൊ ചോദിക്കുക, ഇന്നലെ രാത്രി ആരും ഉറങ്ങിയില്ലയോ? നോക്കിയേ, അതെന്നാ ഷാജു വരുമ്പോഴേ മടിയിരുത്തി രാരോ ഹരിരാരോ. അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ എന്നെ നോക്ക്. നിങ്ങൾ അടുത്തൊരാളിരിക്കുന്ന ഉറക്കുന്നെങ്കിൽ ഒന്ന് തൊട്ട് ബ്രദറെ ഉറങ്ങരുത്. അതിന് വരുന്ന എന്തും ഞാൻ സഹിച്ചു. പരുവത്തിനെ തൊടാവൂ. ശ്രദ്ധിക്ക. ഇനി ഇങ്ങോട്ട് നോക്കാം. പറയട്ടെ. എന്നെ ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം. കണ്ണടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കരുത്, കണ്ണ് തുറന്നു തന്നെ പ്രാർത്ഥിക്കണം. ഇത് ദൂത് നീ മനസ്സിലാക്കണം എന്താന്ന്. എന്നിട്ടാണ് ഇന്നത്തെ പ്രവചനം പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേൾക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു പോയിക്കേ. രാജാവിനോട് പറഞ്ഞു, രാജാവേ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ 30 ദിവസത്തേക്ക് പള്ളി പ്രയർ ഇല്ല. മർത്തോമായിലില്ല, യാക്കോബായിലില്ല, CSIയിലില്ല, കത്തോലിക്കയിലില്ല, പെന്തിക്കോസിലില്ല, അമ്പലത്തിലില്ല, മോസ്കിലില്ല. ഫുൾ പ്രയർ ബന്ദ്. എല്ലായിടത്തും രാജാവിന്റെ ഫോട്ടോ വെച്ചേച്ച് എല്ലാവരും രാജാവ്. നമ്മളൊക്കെ പറയും ബുദ്ധിയുള്ളവരായിരിക്കണ്ട. 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കുക. എന്തോ അടക്കാനാ? ഉള്ളല്ലയോ ദൈവം അറിയുന്നേ. മിണ്ടുന്നില്ല. ഞാൻ ആ ഭാഗം പറഞ്ഞ് വളരെ മുമ്പോട്ട് പോകാം. ദാനിയേൽ
അങ്ങോട്ട് ചെന്ന് മാളിക മുറി അങ്ങോട്ട് തുറന്നിട്ട് ആ ഭാഗം വായിച്ച് ആ എന്നാൽ രേഖ എഴുതിയിരിക്കുന്ന ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ എന്നിട്ട് ചെന്നു. എഴുതി, അവര് രേഖ എഴുതി മുദ്ര വെച്ചു. എന്താ? അങ്ങനെ ആരേലും പ്രാർത്ഥിച്ചാൽ 30 ദിവസം കഴിയുമ്പോൾ ആർക്ക് വേണേലും പ്രാർത്ഥിക്കാം. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും. അന്നേരം എന്ത് ചെയ്യണം? സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും. ഇട്ടുകളയുമെന്ന് രാജനിയമം എഴുതി നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും. ഈ ഇളക്കുന്നവന്മാര് 2 എണ്ണവന്മാരാ. ഇളക്കുന്ന ആരാ? 2 പേരേ ഉള്ളൂ. ആരാ? ദാനിയന്റെ കൂടെയുള്ള പ്രധാന ദേശാധിപതിമാരില്. കാര്യം എത്ര നോക്കിയിട്ടും ഈ ദാനിയേല് കണ്ണടച്ച ഇവന്മാർക്ക് ഭയങ്കര വരുമാനമാണ്. പക്ഷെ ദാനിയേലാണ് ഇങ്ങനെ കാണുന്നത്. 1 രൂപയ്ക്ക് വരെ കണക്ക് പറയാ. കാരണം രാജാവ് ലാഭം വരുത്താനാണ് ഇരുത്തിയേക്കുന്നത്. നമ്മളെന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. രാജാവ് ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യുന്നറിയാവോ? രേഖ എഴുതി മുദ്ര വെച്ചു. ഇനി ഞാനൊരു ദൂതൂടെ പറയാം. നിനക്കെതിരെ ആലോചിച്ചാലോ, ആലോചന രേഖയാക്കിയാലോ, രേഖയ്ക്ക് മുദ്ര വെച്ചാലോ ഒന്നും നീ കുലുങ്ങരുത്. അവന്റെ രേഖയെക്കാട്ടിലും അവന്റെ മുദ്രയെക്കാട്ടിലും അവന്റെ ഗൂഢാലോചനയെക്കാട്ടിലും പവർ നിന്റെ പ്രേരണുണ്ട്. ഞാൻ എന്നെ ശ്രദ്ധിച്ചേ. ആർക്കും വരാത്തൊരു രോഗം നിനക്ക് വരുമ്പം, ആർക്കുമില്ലാത്തൊരു പോരാട്ടം നിനക്ക് വരുമ്പം നീ സൈലൻ്റായി കട്ടിലെ കയറരുത്. മുറിക്കാത്ത ഒരു വാതിലടയ്ക്കൽ. ആരേലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ആരേലും എന്തേലും എവിടെയും ഇരുന്ന് പറഞ്ഞാൽ ഉടനെ അയ്യോ ഞാനിനിയും രംഗത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് അകത്ത് കയറി വാതിലടച്ചിട്ട് ലൈറ്റും ഓഫ് ചെയ്ത് വെച്ച് കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കരുത്. മിണ്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നിന്നെ അകത്തിരുത്താനാ പ്ലാൻ, ദാനിയേലിനെ ഒതുക്കാനാ പ്ലാൻ. പക്ഷെ ദൈവം പറയുക, പ്രാർത്ഥിക്കുന്ന നിന്നെ ഒതുക്കാൻ നോക്കുന്നവൻ ഒതുങ്ങുവല്ലാതെ. ഞാനൊരു ദൂത് പറയാ. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധിയുടെ പിമ്പിൽ 1-2 വ്യക്തികളുണ്ട്. പക്ഷെ ഇപ്പോഴും ആത്മാവ് പറയുക, പ്രയർ കുറയരുത്. ഇനി നിങ്ങൾ എന്നെ നോക്കിയേ, ദൂത് പറയട്ടെ. അങ്ങനെ ചെയ്യുന്നവനെ എവിടെ ഇടുവെന്നാ പറ? സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടാൽ എന്തോ സംഭവിക്കും? സിംഹത്തിന്, നിങ്ങൾ ഇനി എന്നെ നോക്കണം. 5-6 കാര്യം പറയാം. ദുരാലോചന നടന്നു കഴിഞ്ഞു. ദുരാലോചന വെച്ച് രേഖ എഴുതാൻ രാജാവ് റെഡി, മുദ്ര വെക്കാൻ രാജമോതിരം റെഡി, ഇവനെ കിട്ടിയ ഇവന്റെ പ്രയർ കണ്ടുപിടിക്കാൻ ആൾ റെഡി, ഇവനെ ഇട്ട തിന്നാം സിംഹം റെഡി. പക്ഷെ മേളി ദൈവം റെഡി അല്ല. എങ്ങാണ്ട് കടന്ന് അലറുന്ന സിംഹത്തെ കണ്ട് നീ പേടിക്കരുത്. ആരോ എഴുതിയ രേഖ കണ്ട് നീ പേടിക്കരുത്. ആരോ വെച്ച മുദ്ര കണ്ട് നീ കണ്ടോ. ഹല്ലേലൂയ. എന്നോട് എൻ്റെ യേശു പറയുന്ന ചില ഗൂഢാലോചന പൊട്ടുവിന്ന് തിരിച്ചറിഞ്ഞ രാമിയും പറ. ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവം ഒരു ബോധ്യം തരുവാ. പൗലോസേ, നിന്നെ കൊല്ലുവോളം ആരും വെള്ളം കുടിക്കത്തില്ല. നീ കുടിക്കണ്ട. നീ കുറേ നാൾ കൊണ്ട് കുടിപ്പിക്കുമല്ലയോ. ഇനി നീ കുടിക്കണ്ട. അവിടെ ഇനി പറഞ്ഞിട്ട് കുടിക്കാം. 10 ദിവസം കഴിയുമ്പോൾ നീ നിർത്തി വെച്ച് തന്നെ വെള്ളം നീ കുടിക്കും. നിന്നെ ഇരുത്തി കുടിപ്പിക്കും. നോക്കിക്കോ, ദൂത് പറയാൻ പോവാ ഞാൻ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, പ്രയറിന് ശക്തിയുണ്ട്. നിന്റെ ദർശനം വലുതാ, നിന്റെ വെളിപ്പാട് വലുതാ, നീ പ്രാപിച്ച അഭിഷേകം വലുതാ. കുറെ നാള് നിന്നെ വിഷമിപ്പിച്ച ചിലരൊക്കെ വിഷമിക്കാൻ സമയമായി. നിന്നെ കുറെ നാൾ വെള്ളം കുടിപ്പിച്ച ചിലരൊക്കെ വെള്ളം കുടിക്കാൻ സമയമായി. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് കണ്ടു നിൽക്കാനൊരു സമയമുണ്ട്. അതിനപ്പുറത്ത് ദൈവം സഹിക്കത്തില്ല. എവിടൊക്കെയോ ദുരാലോചനകൾ. ഈ രേഖ എഴുതാൻ അറിഞ്ഞപ്പോൾ ദാനിയേൽ ചെയ്ത് കേൾക്കണം. അവൻ വീട്ടിൽ ചെന്നു
അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. ഇത്രയും നാൾ അടച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇപ്പം അങ്ങോട്ട് തുറന്നങ്ങോട്ടിട്ട് അങ്ങ് തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിച്ചോന്നേ, ആരും കേൾക്കാതെ വാതിലൊക്കെ അടച്ചിട്ട് അകത്തോട്ട് കയറി ഇരുന്നേ. അയ്യോ, നിന്റെ കസിൻ നിന്നോട് ഭയങ്കര സ്നേഹത്തിൽ വരിക, പ്രാർത്ഥിച്ചോന്നേ. പക്ഷെ ശബ്ദം പുറത്തു വരണ്ടല്ലോ. നീയാണോ തീരുമാനിക്കുന്നത് ശബ്ദം പുറത്തു വരണോ വേണ്ടായോ? മിണ്ടുന്നില്ല. നിന്റെ വായടയ്ക്കാൻ ചിലർ നോക്കുന്നുണ്ട്. പെനീന എഴുന്നേറ്റ് നിൽക്കുക ഹന്നായുടെ വായടയ്ക്കാൻ. ആരുടെ വായടയുമെന്ന് അല്പം കഴിയുമ്പോൾ കാണാം. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. സാധാരണ ഏത് പിള്ളേർ ജനിച്ചാലും ഒരു കുഴപ്പമില്ല. മോശക്കുഞ്ഞ് ജനിക്കുമ്പോൾ ഷിഫ്റ്റ് ബൈ ഷിഫ്റ്റ് ആയിട്ട് ആൾക്കാർ നിന്ന് വാവത്തുക. രാവിലെ ഒരു സ്ത്രീ പൊത്തിപ്പിടിച്ചേക്കുക. മോശ മനസ്സിൽ ചോദിക്കുക, കർത്താവേ ജനിച്ചപ്പോൾ മുതലേ വാവത്തു വന്നു. കാരണം നിന്റെ വാ തുറന്ന പ്രശ്ന. വാ തുറക്കാഞ്ഞിട്ട് 40 ലക്ഷം വിടിവിക്കപ്പെട്ടു. അപ്പൊ വായൂടെ തുറന്നായിരുന്നല്ലോ. മനസ്സിലായോ വല്ലൊക്കെ? അമ്മ സ്തോത്രം. ഞാനൊരു ദൂത് നിന്നോട് പറയാം. യോസഫ് ചോദിക്കും, ആരെയും പൊട്ടക്കുടി എന്നെ ഇടുന്നതിന്റെ കാരണം എന്താ? നിന്റെ അപ്പന്റെ മക്കൾ വെച്ച് നിന്നെയാ ഉപയോഗിക്കാൻ പ്ലാൻ. മിണ്ടുന്നില്ല. ആർക്കുമില്ലാത്ത പ്രശ്നം നിനക്ക് വരുന്നേ ഓർത്തോണം. ആർക്കുമില്ലാത്ത അനുഗ്രഹവും നിനക്ക് വരുന്നുണ്ട്. എന്നോട് പെണങ്ങല്ലേ. രേഖ എഴുതാൻ അറിഞ്ഞപ്പോൾ ദാനിയേൽ 21 ഉപവസിച്ചോ. 7, 3, 12 മണിക്കൂർ. കാര്യം പറയാം. ഇനി ആ വാക്യത്തിലുണ്ട് ബാക്കി. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. ഇത് ഇന്ന് ചെയ്യാൻ തുടങ്ങിയതല്ല. രേഖ എഴുതിയതിൻ്റെ അന്നൊരു കുലുക്കവും പ്രാർത്ഥനയല്ല. മോനെ പഠിക്കാൻ വിട്ടടത്ത് അങ്ങ് വലിയ പോരാട്ടം. എന്നാൽ ഇന്ന് ചൊവ്വാഴ്ച ഒന്ന് പോയേക്കാം. എന്നും വരാൻ പറ്റുമോ ബ്രദറെ? ഞായറാഴ്ചയൊക്കെ. കഴിഞ്ഞ വർഷം ഞാൻ പുള്ളിയോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം എത്ര സഭായോഗം മുടക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, മുടക്കിയത് പറയുന്നതിനേക്കാൾ നല്ല വന്നതിൻ്റെ നമ്പർ പറയുന്ന. 7 എണ്ണത്തിന് വന്നു, ബാക്കി മൊത്തം മുടക്കി. ഞാൻ ചോദിച്ചു, പിന്നെ ഏത് കെയർ ഓഫിലാ ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്ന് നീ പറയുന്നേ? നിന്റെ ജീവിതത്തിൻ്റെ കുറച്ച് മിനിറ്റുകൾ പോലും ഈ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇത് എൻ്റെ വരവെടുക്കുമ്പോൾ അധികമായി ചെയ്യാനാ. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടുപോകട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അവിടെ എന്താ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്? താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലിനൊരു പ്രത്യേകതയുണ്ട്. ആരെന്തോ വേണേ ചെയ്തോ, ഞാൻ കൃത്യമായി 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അത് ദൈവം ചെയ്തതിന് ഞാൻ സ്തോത്രം പറയും. അത് സിംഹം അലറിയാലും അത്രേ ഉള്ളൂ. രാജാവ് രേഖ എഴുതിയാലും അത്രേ ഉള്ളൂ. മുദ്ര വെച്ചാലും അത്രേ ഉള്ളൂ. ആ പ്രാർത്ഥന എല്ലാം തീരും. നല്ലൊരു ഹല്ലേലൂയ പറ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. സ്തോത്രം. ഇച്ചിരുടെ ഗഹനമായിട്ട് ചുരുക്കി പറയാം. ഈ രാജാവിനെ സത്യത്തിൽ ഈ ദുരാലോചനക്കാര് പെടുത്തിക്കളഞ്ഞു. രാജാവിനെ പെടുത്തിയെങ്കിൽ നിന്നെ പെടുത്തായിരിക്കുമോ? ചെല്ലുപുറത്തിലെ ബ്രദറെ അങ്ങ് പെട്ടുപോയി. ഈ രേഖ എഴുതിയത് പ്രകാരം ദാനിയേലിനെ എവിടെ ഇട്ടു? എന്നിട്ട് അതിൻ്റെ വാതുക്കൽ ഒരു കല്ലും എടുത്ത് വെച്ച് രാജമോതിരം കൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ ഈ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിട്ട പിന്നെ വല്ലതും ചിന്തിക്കണോ? എൻ്റെ ചിന്തയാ, ഇവന്മാരെല്ലാം കൂടെ രാത്രി ലഡു കഴിച്ചു. എടാ, ഒരു ശല്യം തീർന്നു. പക്ഷെ കൊട്ടാരത്തിനകത്തൊരു പുള്ളി കട്ടിലേക്ക് കിടക്കാതെ നടക്കുക. അവർ ചോദിച്ചു, ഫുഡ്? നോ. എന്താ? ഫാസ്റ്റിംഗ്. അതെന്നാ? എന്നെ പെടുത്തി ഇവന്മാര്. രാത്രി മുഴുവൻ ഇവൻ പ്രയറാ. എന്താ പ്രാർത്ഥന? കർത്താവേ, എനിക്ക് ഗുഹയ്ക്കകത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. കർത്താവേ, ആ കാര്യം നീ ഒന്ന് നോക്കിക്കോണേ.
രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് രാജാവ് അധികാലത്ത് എഴുന്നേറ്റു, ബദ്ധപ്പെട്ട് രാജാവ് ഭരിക്കാൻ തുടങ്ങിയ പിന്നെ ഇന്ന് വരെ ഇത്ര അധികാലത്ത് എഴുന്നേറ്റിട്ടില്ല. ഉണ്ടെന്നില്ല. നിന്റെ കൂടെ ആരുണ്ടെന്ന് ചോദ്യമില്ലേ? ഉണ്ട്. നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഗിദെയോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. ആ ദൈവം എവിടെ? ഇന്ന് പല പെന്തിക്കോസുകാരും ചോദിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ദൈവം എവിടെ? ഞാൻ തുറന്നു പറയാം, അരികിൽ തന്നെയുണ്ട്. നിന്റെ കാഴ്ചപ്പാട് മാറണം. നിങ്ങളിനി എന്നെ ശ്രദ്ധിച്ചേ. ദാനിയേല് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് ചെന്നു. ദാനിയേല് വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ഈ സിംഹത്തിന് ശക്തിയുണ്ട്, പക്ഷെ എന്തുവാന്നറിയത്തില്ല. ദാനിയേലിന്റെ അടുക്ക ചെല്ലുമ്പം തന്നെ ഈ സിംഹത്തിന്റെ വായ അങ്ങ് അടയുക. വേണ്ടുന്നില്ല. പലരെയും തകർത്ത എതിരാളി നിന്റെ മുമ്പിൽ തോക്കാൻ കാരണം നിന്റെ പ്രയറാ. ഞാനൊരു വെളിപ്പാട് പറയാം. നിന്റെ എതിരാളി തോക്കാൻ പോവുക. നിന്റെ എതിരാളി പരാജയപ്പെടാൻ പോവുക. നിന്റെ ശത്രു അടുത്തിരിക്കുന്ന കൈ എടുത്ത് പറ, നിന്റെ എതിരാളി പരാജയപ്പെടുമെന്ന് പറ. രാജാവ് രാവിലെ ചെന്ന് ഈ ഗുഹയുടെ വാതിൽക്കൽ ചെന്നിട്ട് അതിരാവിലെ രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹ ഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ഓർത്ത് തീർന്നു. ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. വിളിയുടെ ടോണങ്ങ് മാറി. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ കൂടെ അലറി നടക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാർ ചോദിക്കുക, അവൻ വിടുവിക്കാൻ പ്രാപ്തനായോ? ഇതിനകത്തൊരു വെളിപ്പാട് പറയാം. നാടറിയുന്നൊരു വിടുതല് ഞാൻ പ്രവചിക്കുക. നീ തീർന്നെന്ന് കഥ പറഞ്ഞവരുടെ മുമ്പില് നിന്റെ ദേശം അറിയുന്ന ഒരു വിടുതല് ഏത് തലത്തിലാന്ന് എനിക്കറിയത്തില്ല. എന്നോട് ദൈവാത്മാവ് പറയുന്നത് വിളിച്ചു പറ. കൊട്ടാരം തൊട്ട് കുടില് വരെ അറിയുന്നൊരു വിടുതല്. നീ എന്തുമാത്രം നിന്നാപാത്രമായോ, എന്തുമാത്രം അപവാദത്തിന് ഇരയായോ, അവരുടെ മുമ്പിൽ വെച്ച് നാടറിയുന്നൊരു വിട് ഉണ്ടോ? ചിലരോട് അന്തരാത്മാവിൽ അറിയാം. അവർ ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഇരിക്കുന്ന ചിലര് ആ ശബ്ദം കേട്ടിട്ടുണ്ട്. നാടറിയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ. അപ്പോഴും പുള്ളി പറയാ, രാജാവ് ദീർഘായുസായിരിക്കട്ടെ. എന്നെ ഗുഹയ്ക്കകത്തിടാൻ രേഖ എഴുതി മുദ്ര വെച്ചവനോട് പറയാ, രാജാവ് ദീർഘായുസായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. രാജാവേ, ഒരു കാര്യം മനസ്സിലായി. എനിക്ക് കേടുവരുത്തുവാൻ 10-40 സിംഹങ്ങൾ അലറിയടുത്തപ്പോ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് ദൂതനെ അങ്ങോട്ട് ഇറക്കി അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്മാരുടെ വായ അടച്ച്. ഇപ്പൊ അവന്മാർ ഇങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ വായ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന കുറച്ച് കോഷ്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുക. കുറെ നാളുകൊണ്ട് അവന്മാര് കാണിക്കുക. മിണ്ടുന്നില്ല. നിനക്കെതിരെ ചില കോക്കാമ്പീച്ചിയൊക്കെ ചില കാണിക്കുന്നുണ്ട്. കലിമൂത്തിട്ട് അവനൊന്നും ചെയ്യാൻ വയ്യാഞ്ഞ് കാണിക്കുന്ന കോക്കാമ്പീച്ചിയായതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ. വായ അടഞ്ഞു കഴിയുമ്പം മറ്റുള്ളവരോട് കണ്ണ് കാണിക്കുന്നു. നിന്നെ കട്ടി ദൈവത്തിന് സ്തോത്രം മുഖം വീർപ്പിച്ച് കാണിക്കുന്നു. നീ പേടിക്കണ്ട, അതൊന്നും നിന്നെ തൊടുകയില്ല. അവർക്ക് മനസ്സിലായി നിന്നെ തൊടാൻ പറ്റുകയില്ല. ചിലർ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നില്ല, എനിക്കറിയത്തില്ല, ആ പുള്ളിക്കാരൻ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കൗളും വീറും ഇങ്ങനെയൊക്കെ പോവാ. മൂക്ക് വികസിപ്പിച്ച് കാണിക്കുന്നു, ചുണ്ട് വികസിപ്പിച്ച് കാണിക്കുന്നു. ഭയങ്കര എന്തുവാന്നറിയത്തില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണ്ട, നിന്നെ തൊടാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ തുടങ്ങിയതാ.
വാക്യം മറക്കരുത്. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഹല്ലേലൂയ ഫലിക്കത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?